നടനും മുൻ അമ്മ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു, നടൻ സുധീഷ് എന്നിവർക്കെതിരായ പരാതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും. താരങ്ങൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നായിരുന്നു പരാതി. AR ക്യാമ്പിൽ വച്ചായിരിക്കും മൊഴിയെടുപ്പ്. നിരവധി സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വേഷമിട്ട ആളാണ് പരാതിക്കാരി. അമ്മയിൽ അംഗത്വം നൽകാം, പകരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇടവേള ബാബു തന്നോട് പറഞ്ഞു എന്നായിരുന്നു യുവതിയുടെ പരാതി. സുധീഷും ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നും ആരോപിച്ചു. ഇതിന് പിന്നാലെ ആരോപണം നിഷേധിച്ചുകൊണ്ട് നടന്മാർ രംഗത്തെത്തി. താരസംഘടനയായ അമ്മയിലെ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇടവേള ബാബു പറഞ്ഞുവെന്നാണ് യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ലക്ഷത്തിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്താൽ 2 ലക്ഷം വേണ്ട, അവസരവും കിട്ടുമെന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ ഉയരുമെന്നും ഉപദേശിച്ചു. ഹരികുമാർ, സുധീഷ് എന്നിവരിൽ നിന്നും മോശം അനുഭവമുണ്ടായി. ഹരികുമാറിന്റെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വരാൻ പറഞ്ഞു. എന്നാൽ ഞാനത് നിരസിച്ചു. ഒരുമിച്ച് യാത്ര പോകാം, ടൂർ പോകാം എന്നൊക്കെയാണ് സുധീഷ് പറഞ്ഞത്. ഏതൊരു ലൊക്കേഷനിൽ പോയാലും കുറച്ച് സമയത്തിനുള്ളിൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും. അഡ്ജസ്റ്റ് ചെയ്തുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസരങ്ങളില്ല, ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിലെ മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പ്രമുഖ നടിമാരടക്കം രംഗത്തെത്തിയിരുന്നു. തൊഴിലിടത്ത് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗവും നടിയുമായ അൻസിബ ഹസനും പറഞ്ഞിരുന്നു. അതേസമയം ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ സ്ഥാനമൊഴിഞ്ഞ് നടൻ ഇടവേള ബാബു. തനിക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്ഥാനം ഒഴിയുന്നതെന്ന് ഇടവേള ബാബു വ്യക്തമാക്കി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസ് നിയമപരമായി മുന്നോട്ട് പോകേണ്ടതിനാൽ ഈ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കി തരണമെന്നും തനിക്കെതിരെ ആരോപിച്ചിട്ടുള്ള കുറ്റങ്ങളിൽ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് ഒരു തരത്തിലും കളങ്കം ഉണ്ടാകരുതെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ഇടവേള ബാബു വ്യക്തമാക്കി. ലൈംഗിക ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ നടൻ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ സ്ഥാനം ഇടവേള ബാബു ഒഴിഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളാണ് തങ്ങൾ നേരിട്ട അനുഭവം വിവരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. നിരവധി താരങ്ങളാണ് സെറ്റിൽ വെച്ച് ഇത്തരത്തിൽ ലൈംഗികപരമായ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നത്. 7-അംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഓരോ ദിവസവും മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അടക്കം മൊഴിയെടുത്തു കഴിഞ്ഞു.